ഹായ് ഹലോ, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മമ്പറം മക്കാമിലേക്കാണ്. ഞങ്ങളുടെ ഉമ്മമ്മേൻ്റെ വലിയൊരു ആഗ്രഹമാണ് മക്കാമിലേക്ക് ഇങ്ങനെ പോകണം. ഇടയ്ക്കിടയ്ക്ക് മമ്മ പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, പോകലുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു യാത്രയാണ്. ഇത് ഷാലുമോനാണ്. അവനക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി. നമ്മളിപ്പോൾ മമ്പറം മക്കാമിലേക്ക് കുറേ വട്ടം പോയിട്ടുണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പോകാനൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോഴാണ് മോന് പറഞ്ഞത് എണ്ണ കുറച്ചുള്ളൂ എന്ന്. അങ്ങനെ എണ്ണ അടിച്ചാൽ കയറി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയത് എന്താ വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോരുമ്പോഴൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ച് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഒരു പാലത്തിൻ്റെ അടുത്ത് കേട്ടോ. ഇത് മക്കാമിൻ്റെ അടുത്തുള്ള ഒരു പുഴയാണ്. പുഴയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിക്കൊരു സന്തോഷമാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് ഇടുന്നത്, അതുകൊണ്ട് വോയിസ് എത്രത്തോളം ക്ലിയർ ആണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതൊന്നും നമുക്കറിയില്ല കേട്ടോ. ഇതാണ് നമ്മളെ മമ്പറം പള്ളി. ഈ പള്ളിയിലാണ് വാളുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. മമ്പറം മക്കാമ് പുതിയ പള്ളി അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം. അപ്പം ഇത് മമ്പറം മക്കാമിലേക്ക് നമ്മളെത്തി. അങ്ങനെ വണ്ടിയൊക്കെ അങ്ങോട്ടേക്ക് സൈഡാക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ചെറിയ ചെറിയ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ, നമുക്ക് വേണ്ടത് പെർഫ്യൂം, അതുപോലെ സലാത്തുമാല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ മമ്പറം മക്കാമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഷാലുമോൻ അവിടേക്ക് എത്തിയപ്പോഴത്തേനും ഓരോ സാധനങ്ങളിലാണ് അവൻ്റെ കണ്ണുകൾ കേട്ടോ. നമുക്ക് കുറേ സംഭവങ്ങളും കണ്ടു വെച്ചിട്ടുണ്ട്, പോകുമ്പോൾ വാങ്ങാമെന്നും പറഞ്ഞിട്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വ്യാഴാഴ്ച ദിവസങ്ങളിൽ സ്ഥലത്തൊക്കെ നടക്കുന്ന ദിവസം കൂടിയാണ്. പക്ഷേ നമ്മളിപ്പോൾ അന്നല്ലല്ലോ പോയത്. വ്യാഴാഴ്ച രാത്രിയൊക്കെ അത്യാവശ്യം നല്ല പരിപാടികളൊക്കെ ഉണ്ട്. ഉള്ളിലെത്തി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇതൊക്കെ ഖബർസ്ഥാൻ കേട്ടോ. ഓരോന്ന് കാണുമ്പോൾ ശരിക്കും ഇത്ര അടുത്ത് നമ്മൾ കാണുന്നില്ലല്ലോ. കാണുമ്പോൾ ഭയങ്കര നമുക്ക് തന്നെ എന്തൊക്കെ നമ്മൾ നാളെ കിടക്കേണ്ട സ്ഥലമാണല്ലോ അത്. എണ്ണ, നൂല് ഇങ്ങനത്തെ ഒക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പോന്നു. തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്നപ്പോൾ അവിടെ നല്ല ബ്ലോക്കാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് എടുത്തതിൻ്റെ ഇരട്ടി ടൈം അങ്ങോട്ട് തിരിച്ചു വരാനെത്തും. കാരണം അത്ര ബ്ലോക്കായിരുന്നു റോഡ്.